നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ലോക മുലയൂട്ടൽ വാരമാണ്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയോനാറ്റോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഫെബി ഫ്രാൻസിസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, മുലയൂട്ടലിന്റെ പ്രാധാന്യം എന്താണ്? ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? മുലപ്പാൽ ഒരു ശിശുക്കൾക്ക് ഏറ്റവും സമ്പൂർണമായ ആഹാരമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഏറ്റവും വേണ്ട പോഷകങ്ങൾ അടങ്ങിയ ആഹാരം. പക്ഷേ മുലയൂട്ടൽ എന്നത് ഒരു ഭക്ഷണം കൊടുക്കൽ എന്ന പ്രക്രിയയിൽ ഉപയ്ക്കായിട്ട് അതിനപ്പുറമുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഒരു അമ്മയുടെ മുലയൂട്ടൽ വഴിയായിട്ട് അമ്മയുടെ സ്നേഹം, അമ്മയുടെ ചൂട്, അമ്മയുടെ സാമീപ്യമാണ് കുഞ്ഞിലേക്ക് കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, മുലയൂട്ടലിലൂടെ കുഞ്ഞിന്റെ ബുദ്ധിശക്തി, പ്രതിരോധ ശക്തി എന്നിവയുടെ വളർച്ച വളരെ വേഗത്തിലാക്കുന്നു. ഇത് മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വളർച്ച അല്ലെങ്കിൽ കുഞ്ഞ് വളരുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് മുലയൂട്ടൽ. ഇത് കുഞ്ഞിന് മാത്രം, എന്നാൽ അമ്മയ്ക്കും അതുപോലെ തന്നെ മുലയൂട്ടലിന്റെ ഗുണങ്ങളുണ്ട്. അമ്മയുടെ ഡെലിവറിക്ക് ശേഷമുള്ള രക്തസ്രാവം കുറയ്ക്കാനും, അതേപോലെ തന്നെ അമ്മയ്ക്ക് പിന്നീട് കാലഘട്ടങ്ങളിൽ വരാൻ സാധ്യതയുള്ള സ്തനാർബുദം, അണ്ഡാർബുദം ഇവയെല്ലാം തടയുന്നതിൽ ഒരു പരിധിവരെ മുലയൂട്ടൽ സഹായിക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ സമൂഹത്തിന് നല്ല സാമ്പത്തിക വളർച്ചയുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള കുഞ്ഞുങ്ങൾ വളരുന്ന വഴി സമൂഹത്തിന്റെ സാമ്പത്തിക നില വളരാനായിട്ടും മുലയൂട്ടൽ കാരണമാവുകയാണ്. വ്യക്തമാണ് ഡോക്ടർ. കുഞ്ഞിന്റെ ആരോഗ്യത്തിന് മുലയൂട്ടൽ എത്രത്തോളം പ്രധാനമുണ്ട്? അതായത് ഓരോ അമ്മയും ഉണ്ടാക്കുന്ന മുലപ്പാല് ആ അമ്മയുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പാലാണ് അമ്മയുടെ പാല് ഉണ്ടാവുന്നത്. അതേപോലെ അസുഖമുള്ള കുഞ്ഞാണെങ്കിൽ അപ്പോൾ ഓരോ സിറ്റുവേഷനും അനുസരിച്ചിട്ടുമാണ് പാൽ ഉൽപാദനം നടത്തുന്നത്. അപ്പൊ അമ്മയുടെ മുലപ്പാൽ കുഞ്ഞും പൂർണ്ണമായിട്ടും സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വളരെയധികം പ്രതിരോധ ശക്തിയാണ് ഈ മുലപ്പാലിലൂടെ കുഞ്ഞിന് കിടക്കുന്നത്. നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു മുലപ്പാൽ എന്ന് പറയുന്നത് ലിവിങ് ബയോളജിക്കൽ ഫ്ലൂയിഡ് ആണ്. അതായത് 100 കണക്കിന് ജൈവ ഘടകങ്ങൾ, ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഹ്യൂമൻ ഒലിഗോസാക്കറൈഡ്സ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ഹോർമോൺസ്, എൻസൈംസ്, ഇങ്ങനെ 100 കണക്കിന് ഘടകങ്ങളാണ് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശക്തി. വേറെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശക്തി ലഭിക്കില്ല. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള പ്രതിരോധ ശക്തി ഉൽപ്പാദിക്കാനായിട്ട് സമയമെടുക്കും. അപ്പൊ ഈ സമയത്ത് അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസും അതായത് സെക്രീറ്ററി ഗ്ലോബുലിൻസും അങ്ങനെയുള്ള ഘടകങ്ങൾ വഴിയായിട്ട്, ലാക്ടോഫെറൻസ് പോലെയുള്ള ഘടകങ്ങൾ വഴിയായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശക്തി ലഭിക്കുന്നത്. അപ്പൊ ഈ പ്രതിരോധ ശക്തി, ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് അമ്മയുടെ മുലപ്പാലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുലപ്പാലിന്റെ ആരോഗ്യപരമായ അഡ്വാൻറ്റേജ്. ഇതുകൂടാതെ മുലപ്പാലുള്ള ഹ്യൂമൻ ഒലിഗോസാക്കറൈഡ്സ് പോലെയുള്ള ഘടകങ്ങള് കുടലിന്റെ വളർച്ചയും കുടലിൽ എത്രമാത്രം നല്ല ബാക്ടീരിയാസ് വളരാനായിട്ടും സഹായിക്കുന്നു. ഈ ബാക്ടീരിയാസ്, കുടലുകൾ നല്ല വൃത്തിയായിട്ടുള്ള കുടലുകളും നല്ല ബാക്ടീരിയാസ് കൊണ്ടും നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടലുകളിലുള്ള ഈ ബാക്ടീരിയാസ് തലച്ചോറിലേക്ക് ആക്ട് ചെയ്യാൻ സഹായിക്കും. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ്. അതായത് പ്രധാനമായിട്ടും കുടൽ ഇൻഡസ്ട്രിയൻ എത്രമാത്രം നന്നായിരിക്കുന്നു അതേപോലെ തന്നെ അത് തലച്ചോറിന്റെ ന്യൂറോൺസിന്റെയും നെർവ് സെൽസിന്റെയും വളർച്ചയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതുകൂടാതെ തലച്ചോറിന്റെ വികാസം, ബുദ്ധി വളർച്ച എന്ന് നമ്മൾ പറയുന്നതിന്റെ സയന്റിഫിക് എന്ന് പറയുന്നത് മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള DHA, അരക്കിനോയിക് ആസിഡ്, കോളിൻ, അതേപോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീനേഷ്യസ് കണ്ടന്റ്സ് ഈ കുഞ്ഞുങ്ങളുടെ വൈറ്റ് മാറ്റർ, ബ്രെയിനിന്റെ വൈറ്റ് മാറ്ററിന്റെ വളർച്ചയ്ക്കും ഇന്റലിജൻസിനും റിലേറ്റഡ് ആയിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള മെയിൻ നമ്മൾ പറയുന്നത്. ഈ ഇത്രയും കണ്ടന്റ്സിൽ അതേപോലെ കുട്ടികൾക്ക് കിട്ടുന്ന ഈ മുലപ്പാൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ളത്. ഇതൊന്നും ലഭിക്കാതെ വരികയാണെങ്കിൽ ഇതിനനുസരിച്ച് ഇപ്പൊ പ്രതിരോധ ശക്തി മുലപ്പാൽ ലഭിച്ചില്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറയും, അതേപോലെ തന്നെ ബുദ്ധി വളർച്ചയും ഇന്റലിജന്റ് കോഷ്യന്റിനെയും ബാധിക്കാനായിട്ടുള്ള സാധ്യത. ആരോഗ്യപരമായിട്ട് അതേപോലെ തന്നെ ഓരോ സമയത്തും നമുക്ക് മുലപ്പാൽ കിട്ടിയില്ലെങ്കിൽ, അതായത് ജനിച്ച ഉടനെയുള്ള സമയങ്ങളിൽ മുലപ്പാലിനെക്കാളും കൂടുതൽ മുലയൂട്ടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആദ്യത്തെ 48 മണിക്കൂറിൽ കുഞ്ഞിന് വരുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന മഞ്ഞപ്പാൽ മാത്രമായിരിക്കും. പക്ഷെ ആ സമയത്ത് പോലും ഈ മുലയൂട്ടൽ എന്ന് പറയുന്ന പ്രക്രിയയിൽ സക്ലിംഗ് നടക്കുമ്പോൾ, കുഞ്ഞ് മുലയിൽ നിന്ന് സക്ക് ചെയ്യുമ്പോൾ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഊർജം, അതായത് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ആദ്യത്തെ 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ മുലപ്പാലിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും ഈ
മുല വലിച്ചു കുടിക്കുന്നത് വഴി ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ തടയുന്നതിന് സഹായിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുലയൂട്ടലില്ലാതെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് തലച്ചോറിന് സീഷേഴ്സ്, അതായത് സീഷേഴ്സ് പോലെ അപസ്മാരം പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ചയുടെ പോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്ത് ഡീഹൈഡ്രേഷൻ, അതായത് കുഞ്ഞിന്റെ പാലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വെയിറ്റ് കുറയും. അതേപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്ത് സോഡിയത്തിന്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന്റെ തലച്ചോറിന് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്താണ് ജനിച്ച നവജാത ശിശുക്കൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് മഞ്ഞ, അതായത് ബിലിറുബിന്റെ അളവ് കൂടുക. അതൊരു നോർമൽ പ്രതിഭാസമാണ്. പക്ഷേ ഈ കൂടുന്ന ബിലിറുബിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് കുടലിൽ കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് മുലപ്പാൽ ചെന്നാൽ മാത്രമാണ് ഈ മഞ്ഞ അല്ലെങ്കിൽ ബിലിറുബിൻ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അപ്പൊ ബിലിറുബിൻ എക്സ്ക്രീറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ ഹൈപ്പർ ബിലിറുബിനിയ, അത് ഈവൻ തലച്ചോറ്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്. അപ്പൊ വളരെയധികം കണക്റ്റഡ് ആണ് ആദ്യത്തെ കാലഘട്ടങ്ങൾ. അതിനുശേഷം കൃത്യമായിട്ട് നമ്മൾ മുലപ്പാൽ കുടിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിന്റെ ഏർലി മാൽന്യൂട്രീഷൻ വരാനുള്ള സാധ്യതയും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും ഡയറിയ, വയറിളക്കം, ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ഇത് മാത്രമല്ല, ഇത് തുടക്കത്തെ കാലത്ത്, പക്ഷെ ഇത് കുഞ്ഞിന്റെ ലോങ് ടേം ഇഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിന്റെ പല മെറ്റബോളിക് ഡിസീസസിനെയും പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മുലയൂട്ടാത്ത കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ മുലപ്പാൽ അധികം നാൾ സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ, അമിതവണ്ണം, ടൈപ്പ് 2 ഡയബറ്റിസ്, അതുപോലെ മെറ്റബോളിക് കണ്ടീഷൻസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതാണ് പൊതുവായിട്ട് നമ്മൾ ആരോഗ്യപരമായ മുലപ്പാലിന്റെ ലോങ് ടേം ഇഫക്ട്സ്. ഡോക്ടർ, വേണ്ടത്ര പാല് കിട്ടാതിരുന്നാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഇത് പ്രധാനമായിട്ടും പാല് കിട്ടിയില്ലെങ്കിൽ നവജാത ശിശു പീരീഡിലാണ്, അതായത് ന്യൂ ബോൺ പീരീഡിലാണ് കുഞ്ഞിന് പാല് കിട്ടുന്നില്ല എങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, അതേപോലെ തന്നെ ഹൈപ്പർ നൈട്രമിക് ഡീഹൈഡ്രേഷൻ, ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്ന അവസ്ഥയും തലച്ചോറിൽ അപസ്മാരം വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം ഹൈപ്പർ നൈട്രമിക് ഡീഹൈഡ്രേഷൻ, നമ്മുടെ ശരീരത്തിന്റെ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു പോയിട്ട് സോഡിയത്തിന്റെ അളവ് കൂടി, അതേപോലെ തന്നെ നിർജ്ജലീകരണം സംഭവിച്ചിട്ട് തലച്ചോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം ബിലിറുബിന്റെ അളവ് കൂടുന്ന വഴി, അതായത് ശരിയായ അളവിൽ പാല് കിട്ടിയില്ല എങ്കിൽ കുഞ്ഞിന്റെ ബിലിറുബിൻ എക്സ്ക്രീഷൻ കുറയുന്നതനുസരിച്ചിട്ട് തലച്ചോറിൽ ഈ ഹൈപ്പർ ബിലിറുബിനുടെ ഇഫക്ട്സ് വരാൻ സാധ്യതയുണ്ട്. ഇത് തുടക്കത്തിലുള്ള കാലഘട്ടങ്ങളിൽ. പിന്നീട് പ്രതിരോധ ശക്തി, ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പ്രതിരോധ ശക്തിയുടെ അളവ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ലഭിക്കാത്തത് വഴി കുറയുന്നത് വഴി പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത, ഡയറിയ, ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇതെല്ലാം വളരെ പെട്ടെന്ന് കുഞ്ഞിന്, കാരണം കുഞ്ഞിന്റെ മുഴുവനായിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അമ്മയുടെ വരുന്ന മുലപ്പാലിലൂടെയാണ്. പിന്നെ ലോങ് ടേം ഇഫക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാമാണ് ഈ മുലപ്പാൽ ലഭിക്കാതെ വന്നാലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. എത്ര പ്രായം വരെ നിർബന്ധമായും മുലയൂട്ടൽ തുടരണം? അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ, അതായത് മുൻപെല്ലാം നമ്മളോട് പറഞ്ഞിരുന്നത് 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് മുലയൂട്ടണമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന്, 1 നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ കുഞ്ഞിനെ അമ്മയുടെ മുലയിൽ സക്ക് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മുലയൂട്ടൽ ആരംഭിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അത് ആസ് ഏർലി ആസ് പോസിബിൾ മുലയൂട്ടൽ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, മുലപ്പാൽ മാത്രമായി കുഞ്ഞിന് കൊടുക്കാവൂ. അത്യാവശ്യം വേണ്ട മെഡിസിൻസും വൈറ്റമിൻസും ഒഴിച്ചിട്ട് വെള്ളം പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ഈ എക്സ്ക്ലൂസീവ് പീരീഡ് മിനിമം ഒരു 6 മാസം, 180 ദിവസം തുടരണം. 180 ദിവസത്തിന് ശേഷം നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിങ്, അനുബന്ധ ആഹാരങ്ങൾ, കുറുക്കുകളെല്ലാം നമ്മൾ തുടങ്ങും. പക്ഷേ ഈ കുറുക്കുകളെല്ലാം കൊടുക്കുന്നതോടൊപ്പം തന്നെ, ഖരരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ മുലയൂട്ടൽ തുടരണം. വേറെ പൊടിയോ അല്ലെങ്കിൽ പശുവും പാലോ കൊടുക്കാൻ പാടുള്ളതല്ല. കഴിവതും നമ്മൾ മുലപ്പാൽ മാത്രം, പാൽ എന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കുക, ബാക്കി കോംപ്ലിമെന്ററി ഫീഡിങ് തുടങ്ങുക. 1 വയസ്സായ കുഞ്ഞ് ആ കുടുംബത്തിലെ മുതിർന്ന നാദം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 1/3 ഭാഗമെങ്കിലും കഴിച്ചിരിക്കണമെന്നാണ്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ മുലയൂട്ടൽ തുടരുക, അതായത് 2 വയസ്സ് വരെ. അപ്പൊ ഞാൻ പറഞ്ഞ 3 സമയങ്ങളാണ്. ഒന്ന്, ജനിച്ച ഉടനെ ആസ് ഏർലി ആസ് പോസിബിൾ. രണ്ടാമത്തത് 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തുടരുക. അതിനുശേഷം നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിങ് കുറുക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വയസ്സാവുമ്പോഴേക്കും ഫാമിലി ഫുഡ് ഫീഡിങ്, ഖരരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുക. പക്ഷെ 2 വയസ്സ് വരെ മുലയൂട്ടൽ തുടരണം. വ്യക്തമാണ് ഡോക്ടർ. മുലയൂട്ടുന്ന അമ്മമാര് പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ഒരു മുലയൂട്ടൽ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു ലേഡി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ
ഏറ്റവും അത്യാവശ്യമുള്ള മുലയൂട്ടലിന് ഏറ്റവും അത്യാവശ്യമുള്ള സജ്ജമായ ബ്രസ്റ്റ് അല്ലെങ്കിൽ മുല ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുലക്കണ്ണാണ്, അതായത് നിപ്പിൾ. ഒരിക്കലും നമുക്ക് കുഞ്ഞിന് പാല് കുടിക്കണമെങ്കിൽ ഈ നിപ്പിള് വായേന്റെ ഉള്ളിലേക്ക് കയറണം. അപ്പൊ ആവശ്യമായിട്ട് ലെങ്ത് അല്ലെങ്കിൽ നീളം ഉള്ളിലേക്ക്, ചില നിപ്പിളുകൾ മുലക്കണ്ണ് ഉള്ളിലേക്ക് പതിഞ്ഞിരിക്കുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് മുലക്കണ്ണ് ശരിയായ രീതിയിലാണ് ഉള്ളത് എന്ന് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഈ ലാക്ടേഷൻ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടും പരിശോധനകളുടെ ഭാഗമായിട്ടും നാം ചെക്ക് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞു, ജനിച്ച ഉടനെ തന്നെ, ഒരു നിമിഷം പോലും, സിസേറിയൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, ജനിച്ച ഉടനെ തന്നെയാണ് മുലയൂട്ടൽ തുടങ്ങുവാനായിട്ട്. ഇത് മുലപ്പാൽ കിട്ടാൻ വേണ്ടി ഈ തുടക്കത്തിൽ വരുന്ന പാല് മഞ്ഞപ്പാലാണ്, കൊളസ്ട്രോൾ, അതായത് തിക്കായിട്ടുള്ള വളരെ കുറച്ച് ക്വാണ്ടിറ്റിയുള്ള ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, പ്രതിരോധ ശക്തിക്ക് വേണ്ട ഘടകങ്ങളാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ഈ മുലയൂട്ടൽ വഴി കുഞ്ഞിന്റെ അതുവരെയും ശരീരത്തെ സൂക്ഷിച്ചിരിക്കുന്ന എനർജി എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ കുഞ്ഞ് മുലയൂട്ടുമ്പോൾ ഇത് ഈ ബ്രസ്റ്റിൽ സക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം കുറഞ്ഞ് കുഞ്ഞ് റിലാക്സേഷനിലേക്ക് വരുമ്പോൾ മാത്രമാണ് ബോഡിയിൽ ഈ ബോഡി ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ സ്റ്റോർഡ് ഫോംസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആസ് ഏർലി ആസ് പോസിബിൾ അമ്മ കുഞ്ഞിന് മുലയൂട്ടിയിരിക്കണം. അതുപോലെ തന്നെ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ടിലാണ് നമ്മൾ കൊടുക്കാൻ പറയാം. പക്ഷെ ഇത് ആദ്യത്തെ കാലഘട്ടങ്ങളിലാണ്. പക്ഷെ ഒരു അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ബേസ്ഡ് ഫീഡിംഗ് ആണ് ബ്രസ്റ്റ് ഫീഡിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഒരു സാധാരണ കുഞ്ഞു മുലയൂട്ടി കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഞ്ഞ് ക്യൂസ് കാണിക്കാൻ തുടങ്ങും. മുഖം സൈഡിലേക്ക് ചെരിയുക, വാ തുറക്കുക, ആക്ഷൻസ് കാണിക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞിനെ മുലയൂട്ടാൻ തുടങ്ങും. ഒരിക്കലും കരയാൻ വേണ്ടി, പണ്ടെല്ലാം നമ്മൾ പറഞ്ഞിട്ട് കരയുമ്പോൾ ഡിമാൻഡ് ഫീഡിങ്, കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുക, കരയുമ്പോഴാണ് പാൽ കൊടുക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യൂസ് കാണുമ്പോൾ തന്നെ, ഏർലി ക്യൂസ് കാണുമ്പോൾ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തുടങ്ങും. ഇത് കൂടാതെ തന്നെ നമ്മൾ എപ്പോഴും ഒരു കുഞ്ഞിനെ ആദ്യം മുലയൂട്ടുന്ന ഒരു അമ്മ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്: കുഞ്ഞിനെ എങ്ങനെയാണ് പിടിക്കേണ്ടത്, അതേപോലെ തന്നെ കുഞ്ഞിനെ എങ്ങനെയാണ് പാല് കൊടുക്കേണ്ടത്. കുഞ്ഞിനെ പിടിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പണ്ടെല്ലാം കിടന്ന് പാല് കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും കുഞ്ഞിന്റെ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കാൻ പാടില്ല. ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വേണം അമ്മ ഇരിക്കാനായിട്ട്. അതുകൂടാതെ 4 കാര്യങ്ങൾ, അതായത് കുഞ്ഞിനെ പിടിക്കുമ്പോൾ വെൽ സപ്പോർട്ടഡ് ആയിട്ട് വേണം നമുക്ക് കുഞ്ഞിനെ പിടിക്കാൻ. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിന്റെ കഴുത്ത്, തല, ബോഡി ഒരിക്കലും മടങ്ങിയിരിക്കാൻ പാടില്ല. അതായത് കഴുത്തും ബോഡിയും 2 ഡയറക്ഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ തല 2 ഡയറക്ഷനിലാണെങ്കിൽ കഴുത്ത് മടങ്ങാനും ശ്വാസനാളം ഒബ്സ്ട്രക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ പിടിക്കുമ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ വേണം പിടിക്കാനായിട്ട്. അതേപോലെ തന്നെ കുഞ്ഞ് നാം പിടിക്കുമ്പോൾ കുഞ്ഞിന് അമ്മയുടെ ശരീരത്തേക്ക് ചരിഞ്ഞ്, കുഞ്ഞിന്റെ ശരീരവും അമ്മയുടെ ശരീരവും, കുഞ്ഞിന്റെ വയറും അമ്മയുടെ വയറും ചേർന്ന് വേണം കുഞ്ഞിനെ പിടിച്ചിരിക്കാൻ. 4ാമത്തെ പോയിന്റ്, കുഞ്ഞിന്റെ താടി, അതേപോലെ തന്നെ കുഞ്ഞിന്റെ മൂക്ക് അമ്മയുടെ ബ്രസ്റ്റിന്റെ നിപ്പിളിന്റെ ലെവലിലായിരിക്കും. ഇതാണ് പിടിക്കേണ്ടത്. കുഞ്ഞിനെ എങ്ങനെയാണ് പിടിക്കുക, ഇതെല്ലാം അമ്മമാരും മനസ്സിലാക്കി പിടിക്കുകയും, അതായത് ഈ തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ എപ്പോഴും പറയും ഇരുന്ന് പാൽ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ കൃത്യമായി അവർക്ക് പിടിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഈ 4 ടെക്നിക്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ മുലയൂട്ടാൻ ശീലിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മുലക്കണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ഈ മുലയുടെ കണ്ണ് മാത്രമല്ല, അതിന് ചുറ്റും മുലയ്ക്ക് ചുറ്റുമുള്ള കറുത്ത ഭാഗങ്ങൾ, അതിനെ പറയുന്ന പേര് ഏരിയോള എന്നാണ്. ഈ ഏരിയോള വായയുടെ ഉള്ളിലായെങ്കിൽ മാത്രമാണ് ശരിക്കുള്ള പാല് കിട്ടുള്ളൂ. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന പാല് സ്റ്റോർ ചെയ്യുന്നത് ഈ ഏരിയോള അടിയിലുള്ള ആൽവിയോള ഡക്ട്സിലാണ്. ഈ ഡക്ട്സ് വേണം കുഞ്ഞ് വലിക്കാൻ, എന്നാൽ മാത്രമേ പാല് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുലയ്ക്ക് ചുറ്റും, മുലക്കണ്ണും അതിന് അടുത്തുള്ള ഏരിയോള എന്ന കറുത്ത ഭാഗം വായയിലുള്ളിലായിരിക്കും. ഇത് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞ് നന്നായി വാ തുറന്നിരിക്കണം. വാ തുറന്നിരുന്നാൽ മാത്രമാണ് ഈ നിപ്പിളും ഏരിയോളയും ഉള്ളിലേക്ക് കയറുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ഏരിയോള മുലക്കണ്ണിന് ചുറ്റുമുള്ള ഈ കറുത്ത ഭാഗം നമുക്ക് പുറത്തേക്ക് കാണാൻ പാടില്ല. ഇത്രയും ഈ മുലക്കണ്ണും ഏരിയോളയും നമ്മൾ വായയുടെ ഉള്ളിലേക്കായിരിക്കുമ്പോൾ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിന്റെ ലിപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കും. അതായത് ലിപ്പ് ഷുഡ് ബി ഇവേർട്ടഡ് എന്നാണ് നാം പറയാ. 4ാമത്തെ പോയിന്റ്, കുഞ്ഞിന്റെ താടി അമ്മയുടെ ബ്രസ്റ്റിനോട് ചേർന്നിരിക്കണം. ഇത്രയാണ് ഏറ്റവും നന്നായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുലയൂട്ടും. അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ പാലിന്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷെ അതിനുശേഷം നന്നായി പാല് വരുമ്പോൾ എപ്പോഴും നമ്മളൊരു കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ വരുന്ന പാല് കുറച്ച് നേർത്ത പാലായിരിക്കും, നല്ല മധുരമുള്ള പാലായിരിക്കും. ഈ പാല് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കാനും കുറച്ച് ടേസ്റ്റ് കിട്ടാനും കാരണം. പക്ഷെ ഈ പാലിന്റെ അത് കഴിഞ്ഞ് അവസാനം വരുന്ന പാലാണ് കട്ടിപ്പാൽ. ഈ
കട്ടിപ്പാലാണ് കുഞ്ഞിന് ആവശ്യമുള്ള പ്രോട്ടീൻസും ഫാറ്റും ഇരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രസ്റ്റിൽ നിന്ന് നമ്മൾ മുല കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു ബ്രസ്റ്റ് മുഴുവനായിട്ട് എംപ്റ്റി ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതിന് പകരം ഒരു ബ്രസ്റ്റിന് കുറച്ച് കൊടുത്തു അടുത്ത ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ ഈ തുടക്കം വരുന്ന ഫോർ മിൽക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇത് ജസ്റ്റ് വെള്ളവും ഗ്ലൂക്കോസും മാത്രമേ ഉള്ളത് കൊണ്ട് കുഞ്ഞിന്റെ വെയിറ്റ് കൂടാൻ സഹായിക്കില്ല. അപ്പൊ എപ്പോഴും ഒരു അമ്മയെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത് ഈ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും രണ്ടും കുഞ്ഞിന് അത്യാവശ്യമാണ്. ഇത് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ഒരു ബ്രസ്റ്റിൽ നിന്ന് മുഴുവൻ കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കാവൂ. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതിന്റെ പ്രയോജനം എന്താണ്? അതായത് നമുക്കിപ്പോൾ അറിയാം, ഒരു അമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മുലപ്പാലാണ്. പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളും പല കുഞ്ഞുങ്ങൾക്കും സ്വന്തം അമ്മയുടെ പാല് കിട്ടാത്ത അവസ്ഥ, എസ്പെഷ്യലി പ്രീ ടേംസിനൊക്കെ ആണെങ്കിൽ പാല് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ബാങ്കിനെ കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു അമ്മ ആ അമ്മയുടെ കുഞ്ഞിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാല് വേറെ കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യാൻ സമ്മതമായിട്ട് നമ്മുടെ ബാങ്കിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ ബ്ലഡ് ലാബ് ടെസ്റ്റുകളെല്ലാം പരിശോധിച്ചിട്ട് നമ്മൾ മുലപ്പാൽ ദാനത്തിനായിട്ട് സ്വീകരിക്കുന്നു. ഈ മുലപ്പാൽ ദാനത്തിന്റെ പ്രക്രിയയിൽ യാതൊരുവിധ കമ്മിറ്റ്മെന്റ്സ്, അതായത് യാതൊരുവിധ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സും ഇല്ല. പക്ഷെ പൂർണ്ണ സമ്മതത്തോടെ വേണം. ചില സിറ്റുവേഷൻസിൽ അമ്മയുടെ കുഞ്ഞ് ഐസിയു ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന്റെ പാല് കൊടുത്താൽ പോലും ബാക്കി ഉണ്ടാവും. പക്ഷെ ഇതേ സിറ്റുവേഷനിൽ വേറെ അമ്മയ്ക്ക് പാലില്ലാത്ത സിറ്റുവേഷനിൽ വരുന്ന അമ്മമാരും ഉണ്ടാവും. ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ പ്രതിരോധ ശക്തിയുള്ള പാല് കിട്ടണമെന്നെങ്കിൽ വേറെ കൂടുതലുള്ള അമ്മ ദാനം ചെയ്തേ പറ്റുള്ളൂ. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അമ്മമാരെ പറഞ്ഞു മനസ്സിലാക്കുന്നു, അവർക്ക് ഈ ഡൊണേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും തയ്യാറായിട്ട് അമ്മമാരിൽ നിന്ന് നമ്മൾ പാല് ദാനത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. ഈ കൗൺസിലിംഗ് നടത്തിയതിന് ശേഷം അവർ തയ്യാറാണെങ്കിൽ അവരുടെ സമ്മതപത്രം, അതായത് കൺസെന്റ് നമ്മൾ റിട്ടൺ കൺസെന്റ് എഴുതി വാങ്ങിക്കും. ഇവരുടെ വൈറോളജിക്കൽ ടെസ്റ്റ്, അതായത് ഈ ദാനം ചെയ്യുന്നതിന്റെ ആ പീരീഡിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ, ആ സമയത്തിനുള്ളിൽ വൈറോളജിക്കൽ ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ HIV, VDRL, ഈ പരിശോധനകളെല്ലാം നെഗറ്റീവായിട്ട് അമ്മമാരിൽ നിന്ന് മാത്രമേ നമ്മൾ ദാനം ചെയ്യാനുള്ള പാലുകൾ സ്വീകരിക്കൂ. ഈ പാലുകൾ അവർ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് കൃത്യമായിട്ട് ഹൈജീനുള്ള അസെപ്റ്റിക് പ്രിക്കോഷൻസോടുകൂടി സ്വീകരിച്ച് ഹൈജീനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത്, നമ്മുടെ ആശുപത്രിയിൽ ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പ്സ് ആണുള്ളത്. ഈ പമ്പ്സ് യൂസ് ചെയ്ത് പൂർണ്ണമായിട്ട് അണുവിമുക്തമാക്കിയ ബ്രസ്റ്റ് പമ്പ്സ് യൂസ് ചെയ്തിട്ട് പാൽ എക്സ്പ്രസ് ചെയ്യും. ഈ എക്സ്പ്രസ് ചെയ്ത പാല് നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കും. പക്ഷെ ഈ പാൽ ഒരിക്കലും നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ കൊടുക്കില്ല. പക്ഷെ ഈ പാല് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇവ വീണ്ടും നമ്മൾ പാസ്ചറൈസേഷൻ എന്ന പ്രോസസ്സിന് വിധേയമാക്കും. നമ്മൾ സാധാരണ പശുപാലെല്ലാം മിൽമയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ പ്രക്രിയ തന്നെ. അതായത് ഈ പാലുകളിലെ ഹോൾഡേഴ്സ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് 62.5 ഡിഗ്രി സെൽഷ്യസിൽ പാസ്ചറൈസേഷന് വിധേയമാക്കി ഹൈ ടെമ്പറേച്ചറിൽ പൂർണ്ണമായിട്ട് അണുവിമുക്തമാക്കി തണുപ്പിച്ച് ഈ പാല് സ്റ്റെറൈലാണെന്ന് ഉറപ്പുവരുത്താൻ ഈ പാസ്ചറൈസേഷന് ശേഷം നമ്മൾ ഈ മുലപ്പാലിൽ നിന്ന് മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്തെടുക്കും. ഓരോ പാലിൽ നിന്നും നമ്മൾ ഒരു 5 ml അല്ലെങ്കിൽ 10 ml അളവ് പാലെടുത്ത് നമ്മളത് മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യും. യാതൊരുവിധ അണുക്കളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിത് PDHM, പാസ്ചറൈസ്ഡ് ഓൺ മിൽക്ക് എന്ന് കൃത്യമായി ലേബൽ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാലുകളെല്ലാം നമ്മൾ -20 ഡിഗ്രി സെൽഷ്യസിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ -20 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കുന്ന പാല് നമുക്ക് ഏകദേശം 3 മുതൽ 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന ക്രൈറ്റീരിയ പോലെ തന്നെ റിസീവ് ചെയ്യുന്നത് ആർക്കൊക്കെ കൊടുക്കാവുന്ന ക്രൈറ്റീരിയ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്വന്തം അമ്മയുടെ പാലില്ലാത്ത പ്രീ ടേംസിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ അവരുടെ കുടലുകളെല്ലാം വളരെ വീക്ക് ആയതുകൊണ്ട് അവർക്ക് പൊടിപ്പാല് കൊടുത്ത് അതിനുള്ള ദൂഷ്യവശങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഒഴിവാക്കാനായിട്ട് സ്വന്തം അമ്മയുടെ, അതായത് മദേഴ്സ് ഓൺ മിൽക്ക് മോം കിട്ടുന്നില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ കൺസെന്റ് എടുത്തതുപോലെ തന്നെ ഏതെല്ലാം ബേബിക്ക് ഇത് ആവശ്യമുണ്ട് അവരോട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് PDHM ഓപ്ഷൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ് അവർക്ക് ഇതിന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഫ്രഷ് ആയിട്ടുള്ള അമ്മയുടെ മിൽക്കിന്റെ ഗുണങ്ങൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേയൊക്കെ പ്രതിരോധ ശക്തി അടങ്ങിയ ഒരു പാലാണ് നമ്മൾ ഈ
അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് ഓൺ ഹ്യൂമൻ മിൽക്കിൽ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അപ്പൊ ഈ ഇവരുടെ കൺസെന്റ് ഇവർക്ക് സമ്മതമാണ് എന്ന് അറിയിച്ച് അവരുടെ ഒപ്പ് വാങ്ങിയതിന് ശേഷം ആവശ്യമുള്ള പാല് ഈ പ്രീടേം ബേബീസിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊരു നമുക്ക് വളരെയധികം അതായത് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല അമ്മമാർക്കും വീടുകളിലോ പലപ്പോഴും പാല് അധികമായിട്ട് ഇരിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി നമുക്ക് ദാനം ചെയ്യുക വഴി വേറെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദാനമാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഡോക്ടറെ, മുലപ്പാല് പിഴിഞ്ഞ് എങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാം? ജോലി ചെയ്യുന്ന അമ്മമാര് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാല് സൂക്ഷിക്കുന്നത്, ഇതേപോലെ തന്നെ നമുക്ക് വീട്ടിലും സൂക്ഷിക്കാം. ഇപ്പൊ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓഫീസ് ടൈം ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കുഞ്ഞ് കുടിച്ചതിന് ശേഷം പാല് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എപ്പോഴും പമ്പ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സക്കിൾ ചെയ്യുമ്പോഴാണ് പാല് നന്നായിട്ട് വരിക, അല്ലെങ്കിൽ പാല് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കൽ പോലും കുഞ്ഞ് കുടിക്കുക അല്ലെങ്കിൽ കുഞ്ഞായിട്ട് സക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കുഞ്ഞ് സക്ക് ചെയ്യാത്ത ഇടവേളകളിൽ പമ്പ് ചെയ്യുകയോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മുലപ്പാല് മെയിൻറ്റെയിൻ ചെയ്ത് ഈ 2 വർഷം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്യാപ്പ് ഒരു 8 മണിക്കൂർ ജോലിയാണ്, നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഇടവേളകളിൽ ഒരു 3 മണിക്കൂറിന്റെ ഇടവേളകളിൽ അമ്മ ജോലി സ്ഥലത്തും പമ്പ് ചെയ്യുക. ഈ പമ്പ് ചെയ്ത പാല് നമുക്ക് റൂം ടെമ്പറേച്ചർ, നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിൽ നമുക്ക് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. എന്നാൽ റെഫ്രിജറേറ്ററിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ റെഫ്രിജറേറ്ററിന്റെ താഴത്തെ ഭാഗത്ത് ഡോറിൽ കഴിവതും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. താഴത്തെ ഭാഗത്ത് നമുക്ക് 72 മണിക്കൂർ വരെ പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രീസർ കമ്പാർട്ട്മെന്റിലാണെങ്കിൽ നമുക്ക് 3 മാസം വരെ പാല് കേടുകൂടാതെ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാധാരണ റീസിൽ ബ്രസ്റ്റ് പമ്പ് ചെയ്യുമ്പോൾ കളക്ട് ചെയ്യേണ്ട പാല് സൂക്ഷിക്കേണ്ടത് BPA ഫ്രീ ആയിട്ടുള്ള പോളിപ്രോപ്പിലിന്റെ മെറ്റീരിയലുള്ള ബോട്ടിൽസിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇതാണ് ഐഡിയൽ. ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനത്തെ ഓൺലൈനിലും നമ്മൾ പല ഷോപ്പുകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ് പാല് സൂക്ഷിക്കാനായിട്ട്. ഇല്ല എങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ, കറിപ്പാത്രങ്ങൾ, ഈ കറിപ്പാത്രങ്ങൾ 50 മുതൽ 100 വരെയുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കാം. ചെറിയ പോഷകഗുണങ്ങൾ നഷ്ടപ്പെടുമെങ്കിലും ഈ പാത്രത്തിൽ നമ്മൾ പാല് ഫ്രീസറിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലോ കയറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് എപ്പോഴാണോ പാലിന്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് ഇപ്പൊ ഫ്രീസറിലാണ് പാല് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നെങ്കിൽ താഴത്തെ ഭാഗത്തേക്ക് എടുത്തു വെക്കുക ഒരു 12 മണിക്കൂർ മുമ്പ്. അപ്പൊ അത് കട്ടിയായിട്ടുള്ള പാല് ലിക്വിഡ് രൂപത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് മാറ്റി നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നത്, വേറെ ചൂടാക്കുകയോ ഒരു പ്രോസസ്സിന്റെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് എമർജൻസി ആയിട്ട് പാല് വേണം, ഫ്രീസർ വെച്ചിരിക്കുന്ന പാല് വേണം എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുത്തു വെക്കുക. നേരിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ, പക്ഷെ അത് എമർജൻസി ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ 2 പാത്രങ്ങളിലായി ഒന്നില്ലെങ്കിൽ BPA ഫ്രീ ആയിട്ടുള്ള പോളിപ്രോപ്പിലിന്റെ ബോട്ടിൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീൽ കറിപ്പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റോർ ചെയ്യുന്ന പാല് ഒരു പ്രാവശ്യം ഫ്രീസ് ചെയ്യുന്ന പാത്രത്തിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും പാല് ചേർക്കാതിരിക്കുക. അതായത് വീണ്ടും ഫ്രീസ് ചെയ്ത പാലിലേക്ക് ഓരോ പ്രാവശ്യവും കളക്ട് ചെയ്യുന്ന പാല് സെപ്പറേറ്റ് പാത്രങ്ങളിൽ വേണം സൂക്ഷിക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫ്രീസ് ചെയ്ത പാല് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് റെഫ്രിജറേറ്ററിലേക്ക് എടുത്ത് വെച്ച് 12 മണിക്കൂറിനുള്ളിൽ, അതായത് ലിക്വിഡ് ഫോം ആയി കഴിഞ്ഞാൽ 12 മണിക്കൂറിനുള്ളിൽ യൂസ് ചെയ്തിരിക്കണം. അതേപോലെ പുറത്ത് വെച്ചിരിക്കുന്നത്, അതായത് ഫ്രീസ് ചെയ്ത പാല് നമ്മൾ റെഫ്രിജറേറ്ററിൽ ലിക്വിഡ് ആക്കി തണുപ്പ് മാറ്റി പുറത്ത് വെച്ച് 2 മണിക്കൂറിനുള്ളിൽ പാല് യൂസ് ചെയ്തിരിക്കണം. ഇത്രയാണ്. അതേപോലെ വൃത്തിയായിട്ട് ബ്രസ്റ്റ് പമ്പ് കഴുകുകയും അണുബാധ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഹീറ്റ് ഡ്രൈ ചെയ്തിരിക്കണം. അതേപോലെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാത്രങ്ങൾ നന്നായി ഡ്രൈ ചെയ്തിട്ട് വേണം പാല് ശേഖരിക്കുവാനായിട്ട്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയോനാറ്റോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഫെബി ഫ്രാൻസിസ് ആണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.